വെൽക്കം ടു ഡീൽസ് കേരള. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ യുദ്ധം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രയേലിൽ വീണ്ടും ആക്രമണവുമായി ഇറാൻ. ഇസ്രയേലിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ച് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ തെൽ അവീവിൽ മാത്രം 17 പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. സംഘർഷത്തിൽ 24 മണിക്കൂറിനിടെ ഇസ്രയേലിൽ 250-ലേറെ പേർക്ക് പരിക്കേറ്റെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളുള്ള ഡിമോണ, അരാദ് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ആക്രമണം. ഇറാനിന്റെ ഏറ്റവും പുതിയ തിരിച്ചടിയിൽ ഇസ്രയേലിൽ 1000-ഓളം വീടുകൾ തകർന്നു വീഴുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് 10,000-ലേറെ പേർ ഭരണകൂടത്തിന് അപേക്ഷ നൽകി. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ ഇന്നലെ മുതൽ വീടുകളിൽ നിന്ന് 200-ഓളം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അബുദാബി ഷവാമെഖിൽ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരന് പരിക്കേറ്റു. ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടം ദേഹത്ത് പതിച്ചാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. തങ്ങളുടെ രാജ്യം നിരന്തരം വ്യോമാക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാനിൽ നിന്ന് മാത്രം സംയമനം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ആക്രമണം ആരംഭിച്ചവർ അത് അവസാനിപ്പിക്കാതെ ചർച്ചയുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ സ്വയം പ്രതിരോധമാണ് ഇറാൻ നടത്തുന്നതെന്നും ബഖായി കൂട്ടിച്ചേർത്തു. ഹോർമൂസ് ഗഡക്കിടുക്കിലെ ഇറാൻ ഏർപ്പെടുത്തിയ തടസ്സം 48 മണിക്കൂറിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ ഇറാനിന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിന്റെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അതീവ രഹസ്യങ്ങൾ ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ചോർത്തി നൽകിയെന്നാരോപിച്ച് ഇസ്രയേൽ റിസർവ് സൈനികനെ അറസ്റ്റ് ചെയ്തു. 26-കാരനായ റോസ് കോഹനാണ് പിടിയിലായത്. ഇസ്രയേൽ പോലീസും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെറ്റും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത്. മാസങ്ങളോളം ഇറാൻ ഏജന്റുമാരുമായി സമ്പർക്കം പുലർത്തുകയും അയൺ ഡോം സംവിധാനത്തിന്റെ പ്രവർത്തന രീതികൾ, വിന്യാസം തുടങ്ങിയ തന്ത്രപ്രധാന വിവരങ്ങൾ റോസ് കോഹൻ കൈമാറുകയും ചെയ്തുവെന്നാണ് ആരോപണം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ചുമതലയുള്ള യൂണിറ്റിലാണ് കോഹൻ സേവനമനുഷ്ഠിച്ചിരുന്നത്. അതിനാൽ തന്നെ സിസ്റ്റത്തിന്റെ നിർണായക വിവരങ്ങൾ ഇയാൾക്ക് ലഭ്യമായിരുന്നു. രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് വെള്ളിയാഴ്ച ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സുരക്ഷാ സംവിധാനത്തിന്റെ പഴുതുകൾ കണ്ടെത്താൻ ഇറാനെ സഹായിക്കുന്ന വിവരങ്ങളാണ് കോഹൻ കൈമാറിയതെന്നാണ് സംശയിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 28-ന് ഇസ്രയേലും യുഎസും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കുന്നതിൽ അയൺ ഡോം നിർണായക പങ്കുവഹിച്ചിരുന്നു. ഹ്രസ്വദൂര റോക്കറ്റുകളെ തകർക്കാൻ അയൺ ഡോം, മിടത്തരം ഭീഷണികൾക്ക് ഡേവിഡ്സ് സ്ലിംഗ്, ദീർഘദൂര മിസൈലുകൾക്ക് ആരോ മിസൈൽ സിസ്റ്റം എന്നിങ്ങനെ 3 തലങ്ങളുള്ള സുരക്ഷാ വലയമാണ് ഇസ്രയേലിനുള്ളത്. ഇതിൽ അയോൺ ഡോം ഉൾപ്പെടെ സുരക്ഷാ വലയം തകർത്ത് ഇറാൻ മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചിരുന്നു. ഗസ യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രയേലിന്റെ ആക്രമണം മുൻകൂട്ടി കണ്ട് ഇറാൻ പരിശീലകരെ ലെബനോനിലേക്ക് അയച്ചു. ഇസ്രയേൽ യുഎസ് സഖ്യത്തിന്റെ ഇറാൻ ആക്രമണത്തോടെ വീണ്ടും ശ്രദ്ധ നേടിയിരുന്നു ലെബനോനിലെ ഷിയ രാഷ്ട്രീയ പാർട്ടിയും സായുധ സൈനിക വിഭാഗവും ഹിസ്ബുള്ള. വിവിധ പാശ്ചാത്യ രാജ്യങ്ങളുടെയും യുഎസ് അനുകൂല സഖ്യങ്ങളുടെയും പട്ടികയിൽ നിരോധിതമാണ് സംഘടന. ഇറാനിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ കനത്ത ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഇസ്രയേലിന്റെ വൻ തിരിച്ചടിയിൽ ഹിസ്ബുള്ളയുടെ ഭൂരിഭാഗം നേതാക്കളും കൊല്ലപ്പെട്ടു. എന്നാൽ ഗസ യുദ്ധം കഴിഞ്ഞ ഉടനെ ചരിത്രത്തിലില്ലാത്ത വിധം ഇറാൻ ഹിസ്ബുള്ളയെ പുനർസംഘടിപ്പിച്ചു. IRGC മാതൃകയിൽ ഒറ്റ നേതൃത്വത്തിന് കീഴിലല്ലാതെ വിവിധ പ്രദേശങ്ങൾക്ക് പ്രത്യേകം കമാൻഡുകളാക്കിയാണ് ഹിസ്ബുള്ളയുടെ ഘടന മാറ്റിപ്പണിതത്. ഇതോടെ നേതൃത്വം കൊല്ലപ്പെട്ടാലും ഘടന കൃത്യമായി പ്രവർത്തിക്കും. ഇത് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ശേഷം ഇസ്രയേൽ ഇനിയെത്തുക ഇറാനിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ് വിവിധ രാജ്യങ്ങളിലെ അനുകൂല കക്ഷികളെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു ഇറാൻ. ഹിസ്ബുള്ളയുടെ മിസൈൽ ശേഖരം അപ്പാടെ തകർത്തു എന്നായിരുന്നു ഇസ്രയേലിന്റെ അവകാശവാദം. എന്നാൽ ഇറാൻ യുദ്ധം തുടങ്ങിയപ്പോൾ 100 കണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ലെബനോണിൽ നിന്നും പറന്നുയർന്നു. വടക്കൻ ഇസ്രയേലിൽ വൻ നാശനഷ്ടം സൃഷ്ടിച്ചതോടെ ഇസ്രയേൽ കരസേന ലെബനോണിൽ പ്രവേശിച്ചു. ലെബനോണിലെ ഔദ്യോഗിക ഭരണകൂടം ഹിസ്ബുള്ളയ്ക്കെതിരാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാതെ ലെബനോണിൽ ആക്രമണം നിർത്തില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ. തെക്കൻ ലെബനോണിൽ ഇസ്രയേൽ സൈന്യം ഭൂമി പിടിച്ചെടുത്തു. ബെയ്റൂട്ട് ഉൾപ്പെടെ ഇസ്രയേൽ തരിപ്പണമാക്കി 1000-ലേറെ സാധാരണക്കാരെ കൊന്നെങ്കിലും ഹിസ്ബുള്ളയുടെ റോക്കറ്റാക്രമണം നിലച്ചിട്ടില്ല.
1982 സ്ഥാപിച്ച ഹിസ്ബുള്ളയുടെ ഏറ്റവും സജീവമായ മറ്റൊരു സായുധ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ഇസ്രയേൽ കരസേനയുമായി നടക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രയേലും യുഎസും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങളിൽ ഇറാനിൽ മാത്രമായി ഇതിനോടകം 210 കുട്ടികൾ കൊല്ലപ്പെട്ടു. ആരോഗ്യമന്ത്രി മുഹമ്മദ് റസ സഫർഗന്ധിയെ ഉദ്ധരിച്ച് IREBയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 20,000-ലേറെ പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകളുണ്ട്. യുഎസ് ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ 300ഓളം ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും തീവ്രപരിചരണ വിഭാഗം രൂക്ഷമായ പ്രതിസന്ധി നേരിടുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനെതിരായ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും യുദ്ധഭൂമിയിൽ തക്കതായ മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. ഹോർമൂസ് ഗഡക്കിടുക്ക് പൂർണ്ണമായും തുറക്കാത്ത പക്ഷം ഇറാനിന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം കടുപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് പെസഷ്കിയാന്റെ മറുപടി. ശത്രുരാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് മാത്രമാണ് ഹോർമൂസ് ഗഡക്കിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിൽ വിലക്ക് എന്ന് ഇറാൻ വ്യക്തമാക്കി. മറ്റു കപ്പലുകൾക്ക് തങ്ങളുടെ അനുമതിയോടെ ഹോർമൂസിലൂടെ സഞ്ചരിക്കാമെന്ന് അന്താരാഷ്ട്ര സമുദ്രയാന സംഘടനയിലെ പ്രതിനിധിയും UK-യിലെ ഇറാൻ അംബാസിഡറുമായ അലി മുസവി പറഞ്ഞു. നാവികരുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ IMOയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് ഗഡക്കിടുക്ക് തുറക്കില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കെയാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. മധ്യ വടക്കൻ ഇസ്രയേലിൽ വീണ്ടും വ്യോമാക്രമണ മുന്നറിയിപ്പ് മുഴങ്ങി. ഇറാനിന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിന്റെ മധ്യഭാഗത്തും ലെബനോണിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് വടക്കൻ മേഖലയിലുമാണ് അപായ സൂചന നൽകുന്ന സൈറണുകൾ മുഴങ്ങിയത്. ഇസ്രയേലിലെ ചാനൽ 12 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ തൊട്ടുവിട്ട മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയതോടെ മധ്യ ഇസ്രയേലിലെ ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറി. ഇതിനോടൊപ്പം തന്നെയാണ് വടക്കൻ ഇസ്രയേലിനു നേരെ ലെബനോണിൽ നിന്ന് റോക്കറ്റ് ആക്രമണവും ഉണ്ടായത്. മധ്യ ഇസ്രയേലിൽ ഇതുവരെ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആംബുലൻസ് സേവന വിഭാഗം അറിയിച്ചു. എന്നാൽ വടക്കൻ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായാണ് വിവരം. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ദക്ഷിണ ഇസ്രയേലിലെ അരാദിലും ഡിമോണയിലും ഉൾപ്പെടെ 100-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 20 പേരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് മിസൈലുകൾ ജനവാസ മേഖലയിൽ പതിച്ചത്. ഇതിനു പിന്നാലെയാണ് വീണ്ടും സൈറണുകൾ മുഴങ്ങിയത്. ഇറാനെതിരായ യുദ്ധം ആരംഭിച്ച് വെറും 10 ദിവസങ്ങൾക്കുള്ളിൽ ഗൾഫ് മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ച ഒരു സംഭവം. US സഖ്യമായ ബഹ്റിനിൽ പുലർച്ചെയുണ്ടായ ശക്തമായ ഒരു സ്ഫോടനം. വീടുകൾ തകർന്നു. കുട്ടികളടക്കം 32 പേർക്ക് പരിക്ക്. ചിലരുടെ നില ഗുരുതരം. ആദ്യമായി ബഹ്റിനും വാഷിംഗ്ടണും ഇതൊരു ഇറാനിയൻ ഡ്രോൺ ആക്രമണമെന്ന് ആരോപിച്ചു. ആക്രമണ ദിവസം തന്നെ US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി ഒരു ജനവാസ മേഖലയിൽ ഇറാനിയൻ ഡ്രോൺ ഇടിച്ചുകയറിയെന്ന്. എന്നാൽ പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി. റോയിറ്റേഴ്സ് പരിശോധിച്ച അക്കാദമിക രഹസ്യാന്വേഷകരുടെ വിശകലനം പറയുന്നത് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടത് ഇറാനിയൻ ഡ്രോൺ അല്ല എന്നും മറിച്ച് ഒരു ഇന്റർസെപ്റ്റർ മിസൈലായിരിക്കാമെന്നും അതും US നിയന്ത്രിതമായ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് വിക്ഷേപിച്ചതായിരിക്കാമെന്നും. മാർച്ച് 9-ന് തലസ്ഥാനമായ മനാമയ്ക്ക് സമീപമുള്ള സിത്ര ദ്വീപിലെ മഹസ പ്രദേശത്താണ് ഈ സംഭവം നടന്നത്. ഇവിടെ ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാലയും സ്ഥിതി ചെയ്യുന്നു. ആദ്യത്തിൽ പ്രതികരിക്കാൻ മടിച്ച ബഹ്റിൻ പിന്നീട് ആദ്യമായി സമ്മതിച്ചു സ്ഫോടനത്തിൽ പാട്രിയറ്റ് മിസൈലിന്റെ പങ്കുണ്ടാകാമെന്ന്. എന്നാൽ അത് അവരുടെ സൈന്യമോ അല്ലെങ്കിൽ USO വിക്ഷേപിച്ചതാണോ എന്ന് വ്യക്തമാക്കാൻ അവർ വിസമ്മതിച്ചില്ല. മോണ്ടറേയിലെ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രഹസ്യാന്വേഷണ ഗവേഷകരായ സാം ലെയർ, മൈക്കൽ ഡ്യൂട്സ്മാൻ, പ്രൊഫസർ ജെഫ്രി ലൂയിസ് എന്നിവർ നടത്തിയ വിശകലനം നിർണായകമാണ്. അവരുടെ വിലയിരുത്തൽ സംഭവസ്ഥലത്ത് നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയുള്ള ഒരു US പാട്രിയറ്റ് ബാറ്ററിയിൽ നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിച്ചതെന്നാണ്. ഓപ്പൺ സോഴ്സ് ദൃശ്യങ്ങളും വാണിജ്യ ഉപഗ്രഹ ചിത്രങ്ങളും പരിശോധിച്ചാണ് ഈ നിഗമനത്തിലെത്തിയത്. കൂടാതെ മറ്റു പ്രതിരോധ വിദഗ്ധരും ഈ വിലയിരുത്തലിനെ ചോദ്യം ചെയ്യാനാകാത്തതെന്ന് അഭിപ്രായപ്പെട്ടു. ഇതോടെ ഒരു വലിയ ചോദ്യമുയരുന്നു: ഒരു പ്രതിരോധ മിസൈൽ സാധാരണ ജനവാസ മേഖലയെ എങ്ങനെ ലക്ഷ്യമിട്ടു? ഇതിനിടെ ഗൾഫ് മേഖലയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ഭീഷണിയും ഉയരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഇലക്ട്രിസിറ്റി ഗ്രിഡിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന്. അതിനു മറുപടിയായി ഇറാൻ പറഞ്ഞു ഗൾഫ് മേഖലയിലെ ഊർജ്ജവും ജല അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമാക്കുമെന്ന്. ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്നതിൽ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയാണ്. ഇതിനിടെ കനത്ത US-ഇസ്രയേൽ ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനിന്റെ മിസൈൽ ശേഷി കുറഞ്ഞുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞാലും തെഹ്റാൻ തിരിച്ചടിക്കാനുള്ള കഴിവ് നിലനിർത്തുന്നതാണ് സൂചന.
ഞായറാഴ്ച രാത്രി തെല്ലവീവ് ഉൾപ്പെടെ ഇസ്രയേലിന്റെ വടക്കനും മധ്യഭാഗങ്ങളിലും സൈറണുകൾ മുഴങ്ങി. ഇറാനിന്റെ മിസൈൽ ആക്രമണ സാധ്യത മുന്നറിയിപ്പായിരുന്നു. അതേസമയം തെഹ്റാനിൽ സൈനിക താവളങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുന്ന ഈ യുദ്ധം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരിടുന്ന വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ആഗോള ഊർജ്ജ വിലകൾ കുതിക്കുന്നു. അമേരിക്കയ്ക്ക് സഖ്യാളികളുടെ പിന്തുണ കുറയുന്നു. യുദ്ധം ചെറിയ സമയത്തിനുള്ളിൽ തീരുമെന്ന വാഗ്ദാനം ചോദ്യം ചെയ്യപ്പെടുന്നു. അതേസമയം ട്രംപ് പറയുന്നു സൈനികമായി യുദ്ധം വിജയിച്ചുവെന്ന്. എന്നാൽ യാഥാർത്ഥ്യം മേഖലയുടനീളം തുടരുന്ന മിസൈൽ ആക്രമണങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണവാതക വിതരണത്തിന് നേരിടുന്ന തടസ്സങ്ങൾ ഒരു നീണ്ടുനിൽക്കുന്ന അനിശ്ചിതത്വത്തിന്റെ സൂചന തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.